അപ്പം ബോബൻ ആൻഡ് ബോബി ബോബനും അല്ലെ, മോളിയും. ബോബനും മോളിയും അല്ലേ? ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാരണം ബോബൻ എത്ര കുറെ വർഷമായില്ലേ, 1993 അല്ലേ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു രശ്മി ഏത് സിനിമയാണ്? മനസ്സിനക്കരെ. സിനിമ ആദ്യം ചെയ്ത് മനസ്സിനക്കരെയാണ്. പക്ഷെ ഈ മീഡിയയിലേക്ക് വരുന്നത് ഫസ്റ്റ് ഞാൻ ഒരു കോമ്പയറായിട്ടാണ് വരുന്നത്. അതെ, ഞാൻ പിന്നെ സീരിയലിലേക്ക് കടന്നു. കല്യാണം കഴിഞ്ഞ് മൂത്ത മോനൊക്കെ ഉണ്ടായ ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. ഓ, അങ്ങനെ. സാധാരണ പൊതുവേ പറയുമല്ലോ, നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വിട്ടു നിൽക്കും. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് ഒരു സംശയം, ഈ 1993 തുടങ്ങുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ സെറ്റിലൊക്കെ എല്ലായിടത്തും പോകും, സജീവമായിട്ട് സംവിധായകരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. പത്മരാജ സാറിന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ സാറ് വന്ന് മീശ കുരുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. രാവിലെ 7 മണിക്കൊക്കെ പോയി ബെല്ലടിച്ചു. അന്ന് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഒരു ഇന്നത്തെ തലമുറയെ പോലെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കുറവാണല്ലോ. മാത്രമല്ല, കാരണം ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. ഞാൻ പറയുന്ന കേട്ടുണ്ട്, യൂണിറ്റ് വണ്ടി കണ്ട് അന്ന് സ്കൂളിൽ പോവില്ല. എന്റെ വീടിനടുത്ത് സ്ഥിരം ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന ഒരു, അന്ന് ട്രിവാൻഡ്രത്താണല്ലോ, ഞാൻ ഉള്ളൂരാ താമസം. അതിനടുത്തൊരു വീട്ടിൽ സ്ഥിരം ഷൂട്ടിങ്ങാ. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ജനറേറ്റർ വണ്ടി ഉണ്ടെങ്കിൽ അന്ന് സ്കൂളിൽ പോകില്ല, കറങ്ങി അടിച്ചൊക്കെ അവിടെ നിന്ന്. അത്രത്തോളം ഭ്രമമാണ് അന്ന് ഇന്നും. അതെ. സീരിയലിലേക്ക് ശ്രദ്ധ തിരിച്ച സംവിധായകൻ, അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ആക്ച്വലി അന്ന് നമുക്ക് സിനിമയോടുള്ള ഭ്രമം ഒരു വശത്തുണ്ട്, പിന്നെ ഒരു ജീവിത മാർഗം. നമ്മൾ വേറൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഒരു ജോലിക്കും പോയിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടില്ല, ഒരു കമ്പനിയിലോ ഒരിടത്തോ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പം അന്നും ഇതുപോലെ സിനിമ എന്താവും എന്നൊന്നും അറിയില്ല, പിന്നെ ഒരു ധൈര്യത്തിൻ്റെ പുറത്തങ്ങ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അന്നത്തെ സിനിമയുടെ ടെക്നീഷ്യന്മാരുടെ ഒരു അവസ്ഥ വളരെ പരിതാപമാണ്, പ്രത്യേകിച്ച് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അതെ, സിനിമയൊക്കെ കഴിഞ്ഞാൽ വല്ലതും വണ്ടിക്കൂലിയൊക്കെ കിട്ടിയാലായി. അങ്ങനെ പല പടങ്ങളിലും വണ്ടിക്കൂലി പോലും കിട്ടാതെയും വന്നിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് നല്ല ഓർമ്മയുണ്ട്, ജോണി ആന്റണി അന്ന് അസോസിയേറ്റ്, എനിക്ക് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ എടുത്ത് തന്നിട്ട് എന്നെ പാലക്കാട് ട്രെയിനിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നപ്പോൾ നമുക്ക് പൊതുവേ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നവും കൂടെ വന്നു അവിടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ യാദൃശ്യമായിട്ട് ഒരു ദൂരദർശൻ്റെ ഒരു സീരിയല് വർക്ക് ചെയ്യാം. അപ്പം അന്ന് 13 എപ്പിസോഡിൻ്റെ സീരിയൽ. അപ്പം എനിക്കിതിനെ കുറിച്ച് വലിയ താളം ഒന്നും അറിയില്ല, എന്നാലും പോയി വർക്ക് ചെയ്തു. അപ്പോൾ ഒരു 30 ദിവസം വർക്ക് ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ ഇത്രയും വലിയ ബഡ്ജറ്റ് സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന പൈസയുടെ ഒരു 1/4 പോലും ചിലപ്പോൾ ഒന്നും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ പോയത് വർക്ക് ചെയ്യാം. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ 13 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സംഖ്യ കൈ കിട്ടി. പോരെ. അങ്ങനെ എത്ര കുറെ സീരിയൽ ഇല്ല, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2-3 സീരിയലേ ചെയ്തിട്ടുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരുപാട് സീരിയൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സിനിമയിലും സീരിയലും ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രമുഖരായിട്ടുള്ള ആരൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ സീരിയലിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് ഞാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. KK രാജീവിന്റെ, തിലകൻ സാറ്, ജയഭാരതി, രതീഷ് ഏട്ടൻ, ശ്രീവിദ്യ അമ്മ, ഇവരൊക്കെ മലയാള സീരിയലിലേക്ക് അഭിനയിച്ച എല്ലാ സീരിയലിൻ്റെയും ചീഫ് അസോസിയേറ്റ് ഞാൻ. അപ്പം ഇവരുമായിട്ടൊക്കെ ഒന്ന് അടുത്ത്, അന്നൊരു സിനിമയിൽ എനിക്ക് ഒരിക്കലും അടുത്ത് കിട്ടിയിട്ടോ അടുത്ത് കാണാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തിലകൻ ചേട്ടൻ, നമ്മൾ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ്, അപ്പോൾ ഒരു സീരിയലിൻ്റെ ഒരു ഫുൾ സീൻസ് എന്നൊക്കെ പറഞ്ഞാൽ 1000-1500 സീൻസൊക്കെ വരും. എനിക്കൊരു വലിയ അവാർഡ് തന്നിട്ടുണ്ട്. ആ സീരിയലിൻ്റെ പാക്ക് സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സീൻ വിവരിച്ചു തന്നിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടർ താങ്കളാണെന്ന് പറഞ്ഞിട്ട് തിലകൻ ചേട്ടൻ എന്നോട് പറയുന്നത്. കാര്യം അത് സ്വാഭാവികമാണ്, ഒരു സീരിയലല്ലേ, നമ്മൾ 2-3 വർഷം അതിൻ്റെ കൂടെ വർക്ക്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഈ താരങ്ങളോടൊപ്പം എനിക്ക് ചെലവഴിക്കാൻ പറ്റും. രശ്മി ഇപ്പം എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ചേട്ടാ, അറൗണ്ട് ഒരു 60 സിനിമാസ് ചെയ്തിട്ടുണ്ട്. 60 സിനിമ. അത് ഈ 20 ഇയേഴ്സിന്റെ സ്പാനിലാണ്. ഞാൻ ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് സിനിമ അല്ലെങ്കിൽ സീരിയൽ ചെയ്യില്ല, കാരണം പിള്ളേരും ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ പറയുന്ന പോലെ അടുപ്പിച്ച് കുറച്ച് നാൾ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഫാമിലിയും പ്രൊഫഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. കാരണം കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ അങ്ങനെയുള്ളത് അതുകൊണ്ടായിരിക്കാം 20 കൊല്ലത്തിനിടയിൽ ഈ പറഞ്ഞ 60 നമ്പറിൽ ചുരുങ്ങിയത്.
അല്ല 60 നമ്പർ ആണെങ്കിലും എല്ലാവർക്കും പരിചിതമാണല്ലോ. അതെ, കാരണം ചെയ്ത വേഷങ്ങളെല്ലാം നല്ല വേഷങ്ങളാണ്. സിനിമയും സീരിയലും ഒരുപോലെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ സീരിയലിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത്. എൻ്റെ ഏഷ്യനെറ്റിൽ രാജീവേട്ടൻ ചെയ്ത സീരിയൽ കണ്ടിട്ടാണ് എനിക്ക് സിനിമയിലേക്ക് സത്യൻ സാറിൻ്റെ ഓഫർ വരുന്നത്. അപ്പോഴും ഞാൻ സിനിമയിലേക്ക് പോയെങ്കിലും സീരിയലിനെ മാറ്റി നിർത്തിയിട്ടില്ല. സൈമിൾട്ടേനിയസ്ലി വരുന്ന പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സത്യൻ സാർ അല്ലാതെ ഏതൊക്കെ ഡയറക്ടേഴ്സിന്റെ? ഒരുപാട്. ഷാജി കലാസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽ സാറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാലും ഏറ്റവും കൂടുതൽ മറക്കാനാകാത്ത ഒരു എന്താണ് ഒരു വേഷം? വേഷത്തിന്റെ അല്ല, വേഷങ്ങൾ ഈ പറയുന്ന പോലെ മറക്കാനാവാത്ത വേഷങ്ങൾ എന്ന് പറയുമ്പോൾ ചേട്ടാ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ കണ്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിനാണ് നമുക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമയിൽ അങ്ങനെ ആരും എക്സലന്റ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് എനിക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചേച്ചി ആ സിനിമയിൽ നന്നായിട്ടുണ്ട് കേട്ടോ, പക്ഷെ എനിക്കൊന്ന് കൂടുതലും സീരിയലിലായിരിക്കും. കാരണം സീരിയലിന്റെ ഈ വർക്ക് സ്പാൻ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമാണ്, ക്യാരക്ടറിന് പോർട്രേ ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണ്. അപ്പൊ എനിക്ക് ദൂരദർശനിൽ പണ്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പൊ 20 കൊല്ലത്തിന് ശേഷവും ആൾക്കാർ ആ കഥാപാത്രത്തിന്റെ പേര് ചൊല്ലി പറഞ്ഞിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്കൊന്നും എനിക്ക് സീരിയലിലാണ് കൂടുതൽ പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സിനിമയ്ക്ക് നല്ല ക്യാരക്ടറിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. നല്ല നല്ല സംവിധായകർക്ക് വേഷം തരട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണ് ഈ കൈ ഇങ്ങനെ പോയത്? ബോബൻ നോക്കി ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ ഡയറക്ടർ? ഞാനല്ല ഒരു ഡയറക്ടറോട് വന്നിട്ട് മര്യാദക്ക് അവസരം ചോദിക്കാവുന്ന ഒരാൾ വീട്ടിലാണുള്ളത്. കാര്യമില്ല. അതെന്താണ് അങ്ങനെ? അല്ല, വീട്ടില് ഉള്ള അതേ ഒരു അവസ്ഥ വർക്ക് സ്ഥലത്തും വരണ്ടെന്ന് വെച്ചിട്ടാണ്. വീട്ടിൽ അത്യാവശ്യം അവിടെയെങ്കിലും ഇത്തിരി പലതരം ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ വീട്ടിലുള്ളത് ഇനി ജോലി സ്ഥലത്തൂടെ നമ്മൾ ചുമക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരു ദിവസം വരും കേട്ടോ, വരും ഓങ്ങിയിരുന്നു. കാരണം എന്നെ വിളിച്ചിട്ട് ഞാൻ പറയും ഇത്ര പ്രതിഫലം, പിന്നെ മാത്രമല്ല എനിക്ക് ഇത്രയും ഡേറ്റ് ഒരുമിച്ച് തരാൻ പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 2 ദിവസം, പിന്നെ അത് എന്റെ ദിവസവും വരും. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. അതെ.